നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ആഗ്രഹങ്ങൾ എത്ര തന്നെ വലിയതാണെങ്കിലും പ്രയാസമുള്ളതാണെങ്കിലും ഇപ്പോഴുള്ള ഒരു സമയം വെച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക്, ഈ പറയുന്ന നാളുകാരിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യം എത്തിയിരിക്കുന്നു. അവിടെ എല്ലാവിധത്തിലുള്ള നേട്ടങ്ങൾക്കുള്ള ഒരു സമയമായി എന്ന് വേണം കരുതാൻ. ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായി ആരും തന്നെ ഇല്ല. പക്ഷേ അവരുടെ ആഗ്രഹങ്ങൾ നല്ലൊരു വീട്, നല്ലൊരു ജോലി, സാമ്പത്തിക ഉന്നതി, ഇതൊക്കെ ആഗ്രഹിക്കാത്ത ആളുകൾ കുറവായിരിക്കും. പക്ഷേ പലപ്പോഴുള്ള പ്രശ്നങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ, പ്രാരാബ്ധങ്ങൾ, കടബാധ്യതകൾ, രോഗദുരിതങ്ങൾ ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരികയോ അത് മാറ്റിവെക്കപ്പെടുകയോ ചെയ്യും. ഇപ്പോഴുള്ള അനുകൂലമായ സമയം കൊണ്ട് തന്നെ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ കാണും. അവർ മനസ്സിൽ ഒരു തരത്തിലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. വളരെ വിഷമം പിടിച്ച, ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കൽ പോലും അതിൻ്റെ അടുത്തുപോലും എത്താൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ച പല സംഭവങ്ങളും അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നു. അതിനു മുന്നോടിയായി തന്നെ സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നു. സാമ്പത്തിക ഉന്നതി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്നു. ജീവിതത്തിൽ ഒട്ടേറെ ഗുണഫലങ്ങൾ വന്നു ചേരുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. കാര്യവിജയത്തോടുകൂടി അവരുടെ ജീവിതം തുടങ്ങാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ മറികടക്കാൻ സാധിക്കുകയും ജീവിത വിജയം നേടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന ഏറ്റവും അനുകൂലമായ ഒരു സമയം. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന സമയം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി അവരുടെ ജീവിതത്തിൽ നടക്കാതെ പോയ ഒരു സാഹചര്യങ്ങൾ ഇപ്പോൾ അനുകൂലമായ ഒരു സമയം വന്നു ചേർന്നുകൊണ്ട് അത് വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന സമയം ലഭിക്കുന്നു. അതിലൂടെ ജീവിതത്തിൽ സന്തോഷപൂർണമായ ഒരു തുടക്കം അവർക്ക് ലഭിക്കുന്നു. അത് വളരെ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയാകാം, അല്ലെങ്കിൽ വീട് എന്നൊരു സ്വപ്നം, മഹത്തായ സ്വപ്നം നടന്നു കിട്ടണമെന്ന അതിയായ ആഗ്രഹമാകാം. എത്ര തന്നെ വലിയ സ്വപ്നമാണെങ്കിലും അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയം ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്ത് അവർക്ക് നടന്ന് കിട്ടും. അത്രയും ഭാഗ്യം നിറഞ്ഞൊരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. കടബാധ്യത, സാമ്പത്തിക പിരിമുറുക്കം, ഞെരുക്കം ഇത്യാദി കാര്യങ്ങൾ കൊണ്ട് ദൈനംദിന ജീവിതം പോലും വഴിമുട്ടി നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുകൂലമായ ഒരു സമയം എത്തിയിരിക്കുന്നു. അതിലൂടെ നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. മഹാഭാഗ്യകരമായിട്ടുള്ള സമയം. അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് ജീവിത വിജയം നേടാനുള്ള ഒട്ടനവധി അവസരങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ അവർക്ക് ലഭിക്കുന്നു എന്ന് വേണം കരുതാൻ. ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ മറികടക്കുകയും ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ കുറിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇവർക്ക് സാമ്പത്തിക ഉന്നതി, ലോട്ടറി ഭാഗ്യം ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ഒരു ലോട്ടറി എടുത്താൽ പോലും ലോട്ടറി ഭാഗ്യം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം. അവർ പോലും വിചാരിക്കാതെ പല വിധത്തിൽ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ, സാമ്പത്തിക ഉന്നതി വന്നു ചേരാനുള്ള അവസരങ്ങൾ, അതിനെയാണ് ലോട്ടറി ഭാഗ്യമൊക്കെ പറയുന്നത്. അതിലൂടെ നമ്മുടെ രാജ്യത്തും വിദേശ രാജ്യത്തുമുള്ള ലക്കി ഡ്രോ പോലുള്ള ഭാഗ്യ അവസരങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. അതിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ജീവിത വിജയം നേടുന്നതിനും അവിടെ കാര്യവിജയം വന്നു ചേരുന്നതിനും ജോലിയുമായി ബന്ധപ്പെട്ട പലവിധ തടസ്സങ്ങൾ മാറുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. സാമ്പത്തിക ഉന്നതിയൊക്കെ വന്നു ചേരും. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന വളരെ
ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക ഉന്നതിയും ഉയർന്ന വരുമാനവും ഒക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. യാത്ര ചെയ്യാനുള്ള അവസരം, ആത്മീയ കാര്യത്തിൽ ഇവർക്ക് വന്നു ചേരുന്ന അവസരങ്ങൾ ഇത്യാദി കാര്യങ്ങൾ ആത്മീയ കാര്യത്തിലൂടെ അവരുടെ ജീവിതത്തിൽ മനസ്സിനും അവരുടെ ശരീരത്തിനും അവരുടെ ജീവിതത്തിനും ഒക്കെ വളരെ ആശ്വാസം ലഭിക്കാനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിത വിജയം നേടാനുള്ള അവസരം തന്നെയാണ്. കുടുംബൈശ്വര്യമൊക്കെ, കുടുംബത്തിലുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾ, കുടുംബ ദുഃഖം, കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ശീതസമരം പോലുള്ള കാര്യങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന, മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന, ഒട്ടേറെ ഉന്നതികൾ ലഭ്യമാകുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും മികച്ച അവസരങ്ങൾ, മികച്ച ഉന്നതികളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതമാണെങ്കിലും അവരുടെ കുടുംബ ബന്ധമാണെങ്കിലും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മികച്ച അവസരങ്ങൾ, മികച്ച പങ്കാളി, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യത്തിന്റെ നിറകുടമാകുന്ന അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും. ജീവിതത്തിൽ പുതിയൊരു തുടക്കം എന്ന് വേണം കരുതാൻ. രോഗദുരിതപൂർണമായിട്ടുള്ള അവസ്ഥകൾ, ശാരീരിക അസ്വസ്ഥതകൾ ഇതൊക്കെ മാറി ജീവിതത്തിൽ ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന അവസരങ്ങൾ ലഭ്യമാകുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നു. സാമ്പത്തിക ഉന്നതിയും ഉയർന്ന വരുമാനവും ഒക്കെ വന്നു ചേരാനുള്ള അവസരം ഇവർക്ക് ലഭ്യമാകുന്നു. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ ഒട്ടേറെ ദുഃഖ ദുരിതപൂർണമായ അവസ്ഥകളൊക്കെ മറികടക്കാനും ജീവിതത്തിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാനും ഇവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി നേട്ടത്തിന്റെ അവസരമല്ല ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. പലതരത്തിലുള്ള തടസ്സങ്ങൾ, വിഘ്നങ്ങൾ, അവർ ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാലും അതിലൊക്കെ പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളാണ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. കാലതാമസം, അവർ ഒട്ടും വിചാരിക്കാതെ തന്നെ ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് വഴുതി പോകുന്ന സാഹചര്യങ്ങൾ, ജീവിതത്തിൽ പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ, ഇത്യാദി കാര്യങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുകയും ജീവിതത്തിൽ പലവിധ പ്രതീക്ഷകൾ വാനോളം ഉയർന്നു നിൽക്കുന്ന സാഹചര്യങ്ങളും വന്നു ചേരുന്നു. മികച്ച അവസരങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക വിജയം, ഉയർന്ന വരുമാനമൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. പ്രൊമോഷൻ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ സന്താന സൗഭാഗ്യം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം, നല്ലൊരു ബന്ധം ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പുലർന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത വിജയം നേടാനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നു. അവസരം എന്ന് പറയുന്നത് പുതിയ പുതിയ വാതിലുകൾ, പുതിയ പുതിയ സംരംഭങ്ങൾ, പുതിയ പുതിയ നേട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ഒന്നു ചേരാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം പാടെ മാറുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മികച്ച വിജയം, മികച്ച നേട്ടങ്ങൾ, ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മഹാവിജയം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉന്നതികൾ കാണുന്നതിനും ഉയർന്ന വരുമാനമൊക്കെ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വലിയ ഉന്നതികളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരുന്നു. സാമ്പത്തിക അച്ചടക്കത്തിലൂടെ, കുടുംബൈശ്വര്യത്തിലൂടെ ഒക്കെ ഈ നക്ഷത്രക്കാർ രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. മഹാഭാഗ്യം, മഹാവിജയം ഇതൊക്കെ അവർക്ക് നേടാൻ സാധിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് സന്തോഷപൂർണമായൊരു ജീവിതം നയിക്കുന്നതിനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും സാധിക്കുന്നു. അതായത് മനസ്സമാധാനം ഉണ്ടാകുന്നു. മനസ്സിനെ അലട്ടിയിരുന്ന പലവിധ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ഇവർക്ക് ലഭ്യമാകുന്നു. ജീവിത വിജയം നേടാനുള്ള അവസരങ്ങൾ ഇതിനു പുറകെ ഒന്നായി ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക വിജയവും ഉയർന്ന വരുമാനവും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയമാണ്. ഉദ്യോഗ തലത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. സാമ്പത്തിക വിജയം, ഉയർന്ന വരുമാനം, സമ്പാദ്യം വർദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. ഒരു നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് അവരുടെ പരിശ്രമങ്ങൾക്ക് ഫലപ്രാപ്തി വന്നു ചേരുന്ന ഒരു സമയമാണ്. അത് സർക്കാർ തലത്തിൽ നിന്ന് പോലും ഒരു ജോലിയോ
അല്ലെങ്കിൽ അവസരമോ അനുകൂലമായ സാഹചര്യങ്ങളോ ഒക്കെ തുറന്നു കിട്ടുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും മികച്ച വിജയവും മികച്ച ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാരണമാകുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. നേട്ടങ്ങളുടെ ഒരു കാലം. വളരെ നാളുകളായി ഇവർക്ക് പല വിധത്തിലുള്ള പരീക്ഷണഘട്ടങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനം ലഭിക്കുകയും മികച്ച അവസരങ്ങൾ ഇവർക്ക് ലഭ്യമാകുകയും ചെയ്യുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക വിജയവും ഉയർന്ന വരുമാനവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ഉയർന്ന തലത്തിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരാനുള്ള അവസരങ്ങളും ലഭ്യമാകുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സമ്പന്ന പദവി, ഉയർന്ന വരുമാനം ഇതൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. മികച്ച അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. സാമ്പത്തിക വിജയമൊക്കെ ഇവർക്കൊന്നു ചേരും. വിദേശ രാജ്യങ്ങളിലേക്ക് പഠനവുമായോ ജോലിയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ഒക്കെ യാത്ര ചെയ്യുന്നതിനും അതിനുള്ള അവസരങ്ങൾ ഇവർക്ക് ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭ്യമാകുന്നു. സാമ്പത്തിക വിജയം, ഉയർന്ന വരുമാനമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് മാനസിക പിരിമുറുക്കത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുകയും നല്ലൊരു വിവാഹബന്ധം, വളരെ നാളുകളായി തെരഞ്ഞുകൊണ്ടിരുന്ന ഒരു വിവാഹബന്ധം ലഭിക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിലെ പലവിധ പരീക്ഷണഘട്ടങ്ങളിലൂടെയും കടന്നു വന്നുകൊണ്ട് മഹാവിജയം, മഹത്തരമായ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക വിജയം, ഉയർന്ന വരുമാനമൊക്കെ ഈ നക്ഷത്രക്കാർക്കും അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇവരുടെ ജീവിതം പാടെ മാറുന്നു. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് പരിശ്രമത്തിന് ഫലസിദ്ധി വന്നു ചേരുന്നു. നേട്ടങ്ങൾ ഒരു പിടി ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്നു. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണത്തോടുകൂടി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സൗഹൃദങ്ങൾ നേട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. സാമ്പത്തിക വിജയവും ഉയർന്ന വരുമാനമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. ജീവിത വിജയത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറുന്നു. മഹാവിജയം, മഹത്തരമായ നേട്ടങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.